ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ബോണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്? ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് മോളിക്യൂളുകളായിട്ട് ഇരിക്കുന്നതിന് കാരണം ഈ ആറ്റങ്ങൾക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ആറ്റങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ചേർന്ന് മോളിക്യൂളുകളാകുകയില്ല. ഇങ്ങനെ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിച്ച് ഹോൾഡ്സ് വേരിയസ് atoms, molecules or ions together is called a chemical bond. ഉദാഹരണത്തിന് വാട്ടർ മോളിക്യൂളിൽ ഒരു ഓക്സിജൻ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. ഇതിൽ രണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. എഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ രണ്ട് കാർബൺ ആറ്റങ്ങളും 6 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉണ്ട്. ഇവിടെയും കാർബൺ ആറ്റങ്ങൾ തമ്മിലും കാർബൺ ഹൈഡ്രജൻ ആറ്റവും തമ്മിലും ബോണ്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മോളിക്യൂളിൽ ഉള്ള വ്യത്യസ്ത ആറ്റങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂളുകൾ ആവുന്നത് എന്തിനു വേണ്ടിയാണ്? അത് സ്റ്റെബിലിറ്റി കിട്ടാനാണ് എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് മോളിക്യൂൾ ആകുമ്പോൾ അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, അവയുടെ എനർജി കുറയുമ്പോൾ അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അല്ലെങ്കിൽ ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂളുകളാകുമ്പോൾ എനർജി കുറയുന്നു, അങ്ങനെ അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു. പിന്നെ രണ്ടാമത്, അവയ്ക്ക് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടുന്നു. ഒക്ടറ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള അവസ്ഥയാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിൽ ആറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോബിൾ ഗ്യാസുകൾ എന്ന് പറയുന്നവർ സാധാരണഗതിയിൽ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാറില്ല, അല്ലെങ്കിൽ അവ പരസ്പരം കമ്പൈൻ ചെയ്യാറില്ല. ഇതിന് കാരണം ഈ നോബിൾ ഗ്യാസുകൾക്ക് അതിൻ്റെ പുറത്തെ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നോബിൾ ഗ്യാസുകൾ മറ്റ് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകൾ ഉണ്ടാക്കാറില്ല. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകൾ ഉണ്ടാകുമ്പോൾ അവയുടെ ഇലക്ട്രോൺ അറേഞ്ച്മെന്റ് അറിയുന്നതിന് വേണ്ടി നമ്മൾ ആറ്റങ്ങളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ഡോട്ടുകളായിട്ടോ അല്ലെങ്കിൽ ക്രോസുകളായിട്ടോ റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ഡോട്ടുകളായിട്ടോ ക്രോസ് ആയിട്ടോ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് എൻ്റെ ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. ലൂയിസ് എന്ന ഒരു അമേരിക്കൻ സയന്റിസ്റ്റാണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. അങ്ങനെ വ്യത്യസ്ത ആറ്റങ്ങളുടെ ലൂയിസ് സിംബൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണല്ലോ, അതുകൊണ്ട് 1 ഡോട്ട്. ഹീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളുള്ളതുകൊണ്ട് 2 ഡോട്ട് ഉണ്ട്. അങ്ങനെ ഒരു ആറ്റത്തിന്റെ ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അതിന്റെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള ഡോട്ടുകളുടെ എണ്ണം അതിന്റെ വാലൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് സ്റ്റേബിൾ സ്റ്റേറ്റ് കിട്ടുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്ന റൂളിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. So atoms combine either by transfer or by sharing of valence electron in order to have 8 electrons in their valence shell. ഈ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. ഈ റൂളിനെ നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നു. ലൂയിസ്, കോസൽ എന്നിങ്ങനെ 2 സയന്റിസ്റ്റുകളാണ് ഈ ഒക്ടറ്റ് റൂൾ പറഞ്ഞത്. ഈ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്ന ഒരുപാട് മോളിക്യൂളുകളുണ്ട്. ഉദാഹരണത്തിന് ക്ലോറിൻ മോളിക്യൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോറിൻ ആറ്റങ്ങൾ അവയുടെ ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത് ക്ലോറിൻ മോളിക്യൂൾ ആവും. ഒരു ക്ലോറിൻ ആറ്റം നോക്കിയാൽ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ.
എന്നാൽ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിൽ ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകൾ രണ്ട് ആറ്റങ്ങൾക്കും പൊതുവായിട്ടുള്ളതായതുകൊണ്ട് തന്നെ രണ്ട് ക്ലോറിൻ ആറ്റവും 8 ഇലക്ട്രോണുകൾ ഉള്ള അവസ്ഥയിലോട്ട് വരും. അല്ലെങ്കിൽ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾക്കും 8 ഇലക്ട്രോണുകൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുകയും രണ്ടും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. എന്നാൽ ക്ലോറിൻ മോളിക്യൂൾ ആകുമ്പോൾ അവർക്ക് ഓരോന്നിനും 8 ഇലക്ട്രോൺ വീതം കിട്ടുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. എന്നാൽ അതിന് തൊട്ട് മുമ്പിലത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. ഇങ്ങനെയുള്ള സോഡിയം ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. ക്ലോറിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ സോഡിയം അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോൺ ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ കൂടെ ക്ലോറിന് ലഭിക്കുമ്പോൾ ക്ലോറിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അപ്പോൾ 8 ഇലക്ട്രോൺ വീതമായിട്ട് മാറും. സോഡിയം Na+ ആയിട്ടും ക്ലോറിൻ Cl- ആയിട്ട് മാറുന്നു. ഈ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിൽ ഉള്ള അട്രാക്ഷനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് മോളിക്യൂളുകളുണ്ട്. എന്നാൽ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്തവരുമുണ്ട്. അങ്ങനെ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത മോളിക്യൂളുകളെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് എക്സാമിന് ചോദിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒക്ടറ്റ് റൂളിന്റെ വയലേഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹൈഡ്രജനും അതിന്റെ കോമ്പൗണ്ടുകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ കാണുള്ളൂ. H2, HCl, BeCH2 ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ എല്ലാത്തിലും ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ്സ്. പീരിയോഡിക് ടേബിളിന്റെ 2ാമത്തെയും 13ാമത്തെയും ഗ്രൂപ്പിലുള്ള ആറ്റങ്ങൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അവയെ നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കോമ്പൗണ്ട് ഉണ്ടാക്കിയ ശേഷം 8 ഇലക്ട്രോണിൽ കുറവായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇലക്ട്രോണുകൾ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലൂയിസ് ആസിഡുകൾ എന്ന് വിളിക്കുന്നു. ഇനി മറ്റൊരു ഭാഗമാണ് സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒക്ടറ്റിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉള്ളവരാണ്. അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിൽ കൂടുതലുള്ള ആൾക്കാരാണ് ഈ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്ന മോളിക്യൂളിൽ സൾഫറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 12 ഇലക്ട്രോൺ ഉണ്ട്. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡിലാകുമ്പോൾ 10 ഇലക്ട്രോണുകളുണ്ട്. ഇങ്ങനെ 8ൽ കൂടുതൽ ഇലക്ട്രോണുള്ള മോളിക്യൂളുകളെയാണ് നമ്മൾ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു എക്സെപ്ഷനാണ് ഓഡ് ഇലക്ട്രോൺ ഉള്ള മോളിക്യൂളുകൾ. ഉദാഹരണത്തിന് NO2, NO എക്സെട്ര. ഇനി മറ്റൊരു വിഭാഗമാണ് കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസുകൾ ആൾറെഡി 8 ഇലക്ട്രോണുകൾ ഉള്ളവരാണ്. അവർ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നു. ഇവരും ഒക്ടറ്റ് റൂൾ വയലേറ്റ് ചെയ്യുന്നവരാണ്. ഇനി മറ്റൊരു വിഭാഗമാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഹാലജൻസ് പരസ്പരം കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടുകളാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിലും അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെയാണ് ഒക്ടറ്റ് റൂൾ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ ഈ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത കോമ്പൗണ്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് പ്രധാനമായും ചോദിക്കുന്ന കോമ്പൗണ്ടുകളാണ്.